പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. സദൃശ്യവാക്യം 22 അധ്യായം 4 വാക്യം. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു. ഹല്ലേലൂയ. ധനവും മാനവും ജീവനും. ഒരു ദൈവ പൈതലിനെ ദൈവം മാനിക്കുന്ന 3 കാര്യങ്ങൾ: 1 ധനം, 2 മാനം, 3 ജീവൻ. യഹോവ ഭക്തിയോടുകൂടെ നാം ഇരിക്കുമ്പോൾ, താഴ്മയോടെ നാം ജീവിക്കുമ്പോൾ നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്വർഗമഹിമകളെ വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം താഴ്മ ധരിച്ച ദൈവമത്രേ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് എല്ലാവരുടെയും ശുശ്രൂഷക്കാരനായി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. ക്രൂശിലെ മരണത്തോളം പിതാവിന് അനുസരണമുള്ളവനായി തീർന്നു. ആ കർത്താവിൻ്റെ നാമത്തെ ഹല്ലേലൂയ വിളിക്കപ്പെട്ട എല്ലാ നാമത്തിനും മേലായ നാമമാക്കി ദൈവം ഉയർത്തി. ഹല്ലേലൂയ. ഇത് നമുക്കൊരു ഉദാഹരണമത്രേ. നമുക്ക് കണ്ടുപഠിക്കുവാൻ, നമുക്ക് പിൻപറ്റുവാൻ കർത്താവ് ഒരുക്കിയ മാതൃകയത്രേ. തൻ്റെ പദവി മുറുകെ പിടിക്കാതെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ ഹിതപ്രകാരം അനുസരണമുള്ള ഹല്ലേലൂയ ഒരു മകനായി യേശു കർത്താവ് മാറി. അവൻ തന്നെത്താൻ താഴ്ത്തി ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഉദ്ദേശം അതാ. ദൈവമുമ്പാകെ താണിരിക്കുക. യഹോവ ഭക്തിക്കും താഴ്മയ്ക്കും എല്ലാ കാലത്തും പ്രതിഫലമുണ്ട്. താഴ്മയോടെ ജീവിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. എന്താ പ്രതിഫലം? വേദപുസ്തകം പറയുന്നു, അത് ധനവും മാനവും ജീവനുമാണ്. ധനമുണ്ട് നിശ്ചയമായി. പലരുടെയും വീട്ടിൽ ധനം കാണും, എന്നാൽ ലോകം അവരെ മാനിക്കാറില്ല. ലോകം അവരെ ഹല്ലേലൂയ കണക്ക് കൂട്ടാറില്ല. അവർക്ക് ഒരു സ്ഥാനം കൊടുക്കാറില്ല. പലരും ധനം കൊണ്ട് പദവികളും ഹല്ലേലൂയ ലോകത്തിൻ്റെ മുമ്പാകെയുള്ള പേരും നേടാം എന്ന് വിചാരിക്കും. എന്നാൽ അത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദാനമാണ്. ധനമുള്ള പലർക്കും മാനമില്ലാതെ ഹല്ലേലൂയ ലോകം ബഹുമാനിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ധനത്തോടൊപ്പം തന്നെ ദൈവം തരുന്നതാണ് ഹല്ലേലൂയ ദൈവീക മാന്യത. ധനവും തരും, അവൻ മാനവും തരും. ധനവും തന്ന് മാനവും തരുന്നതാ ദൈവത്തിൻ്റെ പ്രത്യേകത. ഈ ഭൂമിയിൽ ധനം മാത്രമല്ല, ധനത്തോടൊപ്പം തന്നെ ദൈവം തരുന്ന പേരും പ്രശസ്തിയും ക്രിസ്തുവിലുള്ള പ്രസിദ്ധി അതേറ്റവും വലിയതത്രേ. ഹല്ലേലൂയ. ഇതാ മൂന്നാമതായി പറയുന്നു, ധനവും മാനവും മാത്രമല്ല, ജീവനും ദൈവം തരും. ഹല്ലേലൂയ. പലതും നേടി, പലരും പേര് നേടി, പ്രശസ്തി നേടി, പണം നേടി, പക്ഷെ അനുഭവിക്കാൻ ആയുസ്സില്ല. എന്നാൽ ദൈവ പൈതലിന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ദീർഘായുസ്സ. 21 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എൻ്റെ കർത്താവിനോട് ജീവനെ അപേക്ഷിച്ചു, അവൻ എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ എനിക്ക് തന്നു. നോക്ക്, ഒരു ദൈവ പൈതലിന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് ദീർഘായുസ്. അതുകൊണ്ടാണ് 91 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ എനിക്ക് ദീർഘായുസ് തന്ന് തൃപ്തി തരും. താഴ്മയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനോട് കർത്താവ് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുന്നു, നിനക്ക് ധനം തരും, നിനക്ക് മാനം തരും, അതോടൊപ്പം തന്നെ ദീർഘായുസ്സും തരും. ഈ ദീർഘായുസ്സിൽ നരകിച്ച് ജീവിക്കുകയല്ല, ദീർഘായുസ്സിൽ പ്രശ്നത്തോടെ ജീവിക്കുകയല്ല. ദൈവ പൈതലിന് ദീർഘായുസ്സോടൊപ്പം തന്നെ തൃപ്തി തരും. എത്ര പേര് ഇതിന് ആമീൻ പറയും? നിനക്ക് ദൈവം ദീർഘായുസ് മാത്രമല്ല, ദീർഘായുസ്സോട് തന്നെ കൂടെ തൃപ്തിയും തരുവാൻ ദൈവം വിശ്വസ്തനാ. ധനവും മാനവും ജീവനും ദൈവത്തിൻ്റെ അനുഗ്രഹമത്രേ. അത് യഹോവ ഭക്തിക്കുള്ള ഹല്ലേലൂയ പ്രതിഫലമാണ്. താഴ്മയ്ക്കുള്ള പ്രതിഫലമെന്ന് വേദപുസ്തകം പറയുന്നതോടൊപ്പം തന്നെ യഹോവ ഭക്തിയുടെ പ്രത്യേകത. യഹോവ ഭക്തനായ പുരുഷനെ ദൈവം അങ്ങനെ തന്നെയാണ് മാനിക്കുന്നത്. യഹോവ ഭക്തിയോടെ നീ എല്ലായ്പ്പോഴും ഇരിക്കുക. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുമ്പോൾ ദൈവം നിന്നെ മാനിക്കും. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. സദൃശ്യവാക്യം 23 അധ്യായം 18 വാക്യത്തിൽ നാം അത് വായിക്കുന്നു. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടുകൂടെ ഇരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. എന്താ പ്രതിഫലം? ധനവും മാനവും ജീവനുമാണ്. ധനവും മാനവും ജീവനും. ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിനകത്തൊന്ന് വിളിച്ചു പറയുമോ, എൻ്റെ വീട്ടിനകത്ത് ധനവും തരും,
മാനവും തരും, ജീവനും തരും. എൻ്റെ വീട് മരണത്തിൻ്റെ വീടല്ല, എൻ്റെ വീട് ദാരിദ്ര്യത്തിൻ്റെ വീടല്ല, എൻ്റെ വീട് ഹല്ലേലൂയ കുപ്രസിദ്ധിയുടെ വീടല്ല. പിന്നെയോ ഈ വീട്ടിനകത്ത് ധനമുണ്ട്, ഈ വീട്ടിനകത്ത് മാന്യതയുണ്ട്, ഈ വീട്ടിനകത്ത് ഹല്ലേലൂയ ജീവൻ വ്യാപരിക്കും. ഈ പകൽക്കാലം നമുക്ക് ധൈര്യത്തോടെ അതൊന്ന് വിളിച്ചു പറയാൻ സാധിക്കണം. ഒരേ ഒരു കാര്യം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, നീ താഴ്മയോടെ ഇരിക്കണം. രണ്ട്, യഹോവ ഭക്തിയോടെ ഇരിക്കണം. നിന്റെ വീട് കാണുമ്പോൾ ലോകം പറയണം അത് ഹല്ലേലൂയ താഴ്മയുള്ളവൻ്റെ വീടാ. ആ വീട് കാണുമ്പോൾ ലോകം പറയണം ഇതൊരു ഭക്തൻ്റെ വീടാ. നിങ്ങളെ കണ്ടിട്ട് എന്താ അഭിപ്രായം പറയുന്നത്? നിങ്ങളുടെ ജീവിതത്തെ കണ്ട്, നിങ്ങളുടെ തലമുറയെ കണ്ട് ആ ഒരു അഭിപ്രായം പറയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദൈവത്തെ അന്വേഷിക്കുന്നവൻ്റെ, ദൈവത്തെ മാനിക്കുന്നവൻ്റെ, ദൈവത്തെ ബഹുമാനിക്കുന്നവൻ്റെ തലമുറകളെ ദൈവം മാനിക്കും. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, താഴ്മയോടെ ജീവിപ്പാൻ ഒരു കൃപ നൽകണം. യഹോവ ഭക്തിയോടെ ജീവിപ്പാൻ കൃപ നൽകണം. എല്ലായ്പ്പോഴും അങ്ങയോടുള്ള ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവെ സഹായിക്കണം. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഞങ്ങളെ കാണുന്നവർ, ഞങ്ങളെ കേൾക്കുന്നവർ പറയട്ടെ ഇവനൊരു യഹോവ ഭക്തനെന്ന്, ഇവളൊരു യഹോവ ഭക്തയെന്ന് ലോകം പറയട്ടെ. അങ്ങനെയെങ്കിൽ കർത്താവ് ഒരുക്കുന്ന നന്മ, കർത്താവ് ഒരുക്കുന്ന ധനവും മാനവും ജീവനും അനുഭവിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകും. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗാഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.